CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ KSRTC ബസ് തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പുതുശ്ശേരി തെക്കേക്കര വീട്ടിൽ മാറുണ്ണിക്കുട്ടിയുടെ മകൻ 50 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു. മറ്റത്ത് നടന്ന ദിനാചരണത്തിന്റെ ഭാഗമായി ഗൃഹശ്രീ പുരസ്കാര സമർപ്പണവും കൗമാര ആരോഗ്യദള സംഗമവും നടന്നു. ഇരുമ്പെട്ടി മുട്ടിക്കലിൽ ബൈക്കിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. പഴയന്നൂർ സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. കാതോലിക്ക ദിനത്തോടനുബന്ധിച്ച് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വാഹന റാലി നടത്തി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവ കലാപരിപാടികളിൽ പ്രശസ്ത സിനിമാ താരം നവ്യ നായരും സംഘവും അവതരിപ്പിച്ച നവ്യം സുന്ദരം അരങ്ങേറി. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ KP പാവുണ്യ മെമ്മോറിയൽ 3ാമത് ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി. ഫൈനൽ മത്സരത്തിൽ വൈക്കം സ്വദേശികളായ വിനോദ് ജെയ്സൺ സഖ്യം വിജയികളായി. ദേശീയപാത 66-ൽ വാഹനങ്ങൾ അമിതമായി ലോഡ് കയറ്റി വരുന്നത് കാരണം അപകടങ്ങൾ പതിവാണെന്നും അപകടത്തിൽപ്പെടുന്നവർക്ക് ധനസഹായം നൽകണമെന്നും ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. NCP പ്രതിനിധി MK ഷംസുദ്ദീനാണ് ആവശ്യമുന്നയിച്ചത്. മന്നലാകുന്ന് മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നീണ്ട 35 വർഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞുപോകുന്ന അബ്ദുറഹ്മാൻ ഉസ്താദിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ രജിസ്ട്രേഡ് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലാപ്ടോപ്പ് വിതരണം നടത്തി. കൗമാര കലാപ്രതിഭ ഗംഗാ ശശീന്ദ്രന്റെ വയലിൻ ഫ്യൂഷനെ കുന്നംകുളം വേദിയാകുന്നു. ജീവിതമാണ് ലഹരി, സ്നേഹമാണ് പരിഹാരം എന്ന സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മഹാകുടുംബ സംഗമത്തിലാണ് ഗംഗാ ശശീന്ദ്രൻ കലാപ്രകടനം നടത്തുക. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിലെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ റാലിയോടെ സമാപിച്ചു. പെരുമ്പിലാവ് ജനകീയ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ആര്യ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. മന്നലാകുന്ന് ബീച്ചിൽ നിന്നും കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വിദ്യാർത്ഥികളെ K കരുണാകരൻ ഫൗണ്ടേഷൻ ആദരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സുഭിക്ഷം പുന്നയൂരിന്റെ ഭാഗമായി യുവതാത്തോട്ടത്തിനുള്ള പച്ചക്കറി തൈകളും അംഗനവാടികൾക്കുള്ള സൂര്യകാന്തി ചെടികളും വിതരണം ചെയ്തു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മാസം തോറും നടത്തിവരുന്ന സ്വാന്തന സംഗമവും ഡയാലിസിസ് കൂപ്പൺ വിതരണോദ്ഘാടനവും ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ് നിർവഹിച്ചു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2 വർഷക്കാലത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 45ാം കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയവരെ SDPI കരിക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.